ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. പതിവ് പരിശോധനയ്ക്കിടെ രാജ്യസഭാ ചേംബറിൽ നിന്ന് പണം കണ്ടെത്തിയതായി രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻഖർ. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് CBIക്ക് കൈമാറണമെന്ന ഹർജി ഹൈക്കോടതിയിൽ എതിർത്ത് സംസ്ഥാന സർക്കാർ. റിസർവ് ബാങ്കിന്റെ പണനയം പ്രഖ്യാപിച്ചു. തുടർച്ചയായ 11ാം തവണയും റിപ്പോ നിരക്കിൽ മാറ്റമില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ ചരമവാർഷിക ദിനത്തിൽ ആദരവർപ്പിച്ച് രാജ്യം. വിവിധയിടങ്ങളിലെ അംബേദ്കർ പ്രതിമയിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രമുഖർ പുഷ്പാർച്ചന നടത്തി. കോഴിക്കോട് എലത്തൂർ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഡിപ്പോയിലെ ഇന്ധന ചോർച്ചയുടെ പശ്ചാത്തലത്തിൽ പ്രദേശത്തെ ജലാശയങ്ങൾ ശുചീകരിക്കുന്ന നടപടികൾ ആരംഭിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC മുഹമ്മദൻ SCയെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭയിൽ വിവിധ വിഷയങ്ങളിൽ ചർച്ച പുരോഗമിക്കുകയാണ്. ഇന്നലെ പതിവ് പരിശോധനയ്ക്കിടെ രാജ്യസഭാ ചേംബറിൽ നിന്ന് ഒരു കെട്ട് പണം കണ്ടെത്തിയതായി രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻഖർ സഭയെ അറിയിച്ചു. കോൺഗ്രസ് MP അഭിഷേക് മനു സിംഗ്വിയുടെ സീറ്റിൽ നിന്നാണ് പണം കണ്ടെത്തിയത്. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ശ്രീ ജഗ്ദീപ് ധൻഖർ അറിയിച്ചു. അന്വേഷണത്തിൽ എതിർപ്പില്ലെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ അഷ്ടലക്ഷ്മി മഹോത്സവം ഉദ്ഘാടനം ചെയ്യും. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ സംസ്കാരം, വസ്ത്ര വ്യവസായം, കരകൌശല വസ്തുക്കൾ, വിനോദസഞ്ചാര സാധ്യതകൾ, അതുല്യ ഉൽപ്പന്നങ്ങൾ എന്നിവ 3 ദിവസത്തെ മേളയിൽ പ്രദർശിപ്പിക്കും. 8 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുള്ള പരിപാടിയായതിനാലാണ് ഇത് അഷ്ടലക്ഷ്മി മഹോത്സവം എന്നറിയപ്പെടുന്നത്. വയനാട് ദുരന്തത്തിൽ സംസ്ഥാനം വിശദമായ നിവേദനം നൽകിയത് ഏറെ വൈകിയെന്ന് കേന്ദ്ര സർക്കാർ. കേരളം 2219 കോടി രൂപയുടെ പാക്കേജ് ആവശ്യപ്പെട്ടത് 3.5 മാസത്തിനു ശേഷമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. വയനാട് പാക്കേജുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള MPമാർ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ അദ്ദേഹം പ്രിയങ്ക ഗാന്ധി MPക്ക് നൽകിയ മറുപടിയിലാണ് വിശദീകരണം. ഇതുവരെ 291 കോടി രൂപയുടെ സഹായം കേരളത്തിന് നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ദുരന്ത വിഷയങ്ങളിൽ രാഷ്ട്രീയം പാടില്ലെന്ന് പ്രിയങ്ക ഗാന്ധി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ കുറിപ്പ് Xൽ പങ്കുവച്ചായിരുന്നു ശ്രീമതി പ്രിയങ്കയുടെ പ്രതികരണം. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെയാണ് RBI പുതിയ പണനയം പ്രഖ്യാപിച്ചത്. റിപ്പോ നിരക്ക് 6.5% തുടരുമെന്ന് RBI ഗവർണർ ശക്തികാന്ത ദാസ് അറിയിച്ചു. തുടർച്ചയായ 11ാം തവണയാണ് റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തുന്നത്. ബാങ്കിംഗ് സംവിധാനത്തിലെ പണലഭ്യത ഉറപ്പാക്കുന്നതിനുള്ള സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി നിരക്ക് 6.25%ലും മാർജിൻ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി നിരക്ക് 6.75%ലും തുടരും. The MPC decided to keep the policy repo rate unchanged at 6.5% in this meeting and also to continue with the neutral stance of monetary policy as it provides flexibility to monitor and assess the outlook on inflation and growth and then go on to act appropriately. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ 69ാം ചരമവാർഷിക ദിനമായ ഇന്ന് രാജ്യം മഹാപരിനിർവാൺ ദിവസായി ആചരിക്കുന്നു. രാഷ്ട്രനിർമ്മാണത്തിൽ ഡോക്ടർ അംബേദ്കറുടെ സംഭാവനകൾ ഉയർത്തിക്കാട്ടുന്നതിനായി രാജ്യത്തുടനീളം ഇന്ന് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഭുവനേശ്വറിലെ അംബേദ്കർ പ്രതിമയിൽ ആദരവർപ്പിച്ചു. ന്യൂഡൽഹിയിലെ പാർലമെന്റ് മന്ദിര സമുച്ചയത്തിലെ പ്രേരണാ സ്ഥലിലുള്ള അദ്ദേഹത്തിന്റെ പ്രതിമയിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മറ്റ് പാർലമെന്റ് അംഗങ്ങൾ എന്നിവർ പുഷ്പാർച്ചന നടത്തി. കേരള നിയമസഭാ സമുച്ചയത്തിലെ അംബേദ്കർ പ്രതിമയിൽ സ്പീക്കർ AN ഷംസീർ പുഷ്പാർച്ചന നടത്തി. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് CBIക്ക് കൈമാറണമെന്ന ഹർജി ഹൈക്കോടതിയിൽ എതിർത്ത് സംസ്ഥാന സർക്കാർ. CBI അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ കുടുംബമാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ആലപ്പുഴ കളർകോട് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച ആൽവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വണ്ടാനം മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിന് വെച്ചു. മന്ത്രി P പ്രസാദ്, H സലാം MLA, കളക്ടർ അലക്സ് വർഗീസ് തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് ജന്മനാടായ എടത്തുവയിലെത്തിക്കുന്ന ഭൌതികദേഹം പൊതുദർശനത്തിനു ശേഷം സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കും. തിങ്കളാഴ്ച സെന്റ് ജോർജ് ഫെറോന പള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം.
സംസ്ഥാനത്ത് ഒന്നാം വിള നെല്ലിന്റെ സംഭരണ വില അടുത്ത ആഴ്ച മുതൽ വിതരണം ചെയ്യും. നടപടികൾ പൂർത്തിയാക്കി വില വിതരണം ആരംഭിക്കാൻ മന്ത്രി GR അനിലിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം നിർദ്ദേശം നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. നെല്ലിന്റെ സംഭരണ റെസിപ്റ്റ് ഈടായി നൽകിയുള്ള PRS വായ്പാ രീതിയിലാണ് കർഷകരുടെ അക്കൗണ്ടിലേക്ക് പണം ലഭ്യമാക്കുക. ഇക്കാര്യത്തിൽ നെല്ലിന്റെ വില വിതരണം ചെയ്യുന്ന SBI, കനറ ബാങ്കുകളുടെ കൺസോർഷ്യവുമായി സപ്ലൈകോ ചർച്ച നടത്തിയിട്ടുണ്ട്. ഗവൺമെന്റ് അനുവദിച്ച 175 കോടി രൂപയാണ് ആദ്യഘട്ടത്തിൽ കർഷകർക്ക് വിതരണം ചെയ്യുക. പാലക്കാട് ജില്ലയിൽ ഇതുവരെ 65,700 മെട്രിക് ടൺ നെല്ലാണ് സംഭരിച്ചിരിക്കുന്നത്. ഈ ഇനത്തിൽ ജില്ലയിലെ കർഷകർക്ക് 185 കോടി രൂപയാണ് നൽകാനുള്ളത്. പീഡന പരാതിയിൽ നടൻ സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി. തിരുവനന്തപുരം നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുന്നിലാണ് ഹാജരായത്. മകൻ ഷഹീൻ സിദ്ദിഖിനൊപ്പമാണ് താരം സ്റ്റേഷനിലെത്തിയത്. സുപ്രീം കോടതിയുടെ ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായാണ് നടൻ ഹാജരായത്. സിദ്ദിഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വിചാരണ കോടതിയിൽ ഹാജരാക്കിയേക്കുമെന്നാണ് സൂചന. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കണ്ണൂർ പാനൂരിൽ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച് ചെണ്ടയാട് കണ്ടോത്തുംചാലിൽ റോഡിലാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ സ്ഫോടനം നടന്നത്. 2 ബോംബുകൾ പൊട്ടിത്തെറിച്ചതിന്റെ ആഘാതത്തിൽ റോഡിൽ കുഴി രൂപപ്പെട്ടു. കഴിഞ്ഞ ജൂൺ 23 ഇതേ സ്ഥലത്തും 2 ദിവസം മുൻപ് കണ്ടോത്തുംചാൽ പുളിയത്താം കുന്നിന് മുകളിലും സ്ഫോടനമുണ്ടായതായി പോലീസ് വ്യക്തമാക്കി. പാനൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് എലത്തൂർ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഡിപ്പോയിൽ നിന്ന് ഇന്ധന ചോർച്ചയുണ്ടായ സംഭവത്തിൽ ജലാശയങ്ങൾ ശുചീകരിക്കുന്ന നടപടികൾ തുടങ്ങി. സ്പെഷ്യൽ ഓയിൽ ഡിസ്പെസന്റ് ലിക്വിഡ് ഉപയോഗിച്ച് ജലത്തിൽ കലർന്ന ഇന്ധനം നീക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇന്ധനം മണ്ണിൽ കലർന്ന ഇടങ്ങളിൽ മണ്ണ് മാറ്റി വൃത്തിയാക്കേണ്ട സാഹചര്യമുണ്ടായാൽ അതിനുള്ള നടപടികൾ എടുക്കാനും HPCLന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിൽ നിന്നുമായി 3 ആഴ്ചയ്ക്കിടെ നീക്കം ചെയ്തത് 1500 ലോഡിലേറെ മാലിന്യം. വിശുദ്ധിസേനയും ദേവസ്വം ബോർഡിന്റെ പവിത്രം ശബരിമലയും ചേർന്നാണ് മാലിന്യം നീക്കം ചെയ്തത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി GS ശ്രീധർ. 1000 ജീവനക്കാരാണ് ശബരിമലയിലും പരിസരവും വൃത്തിയാക്കുന്നതിന് നിയോഗിച്ചിട്ടുള്ളത്. സന്നിധാനത്ത് മാത്രം 300 വിശുദ്ധിസേന വോളണ്ടിയർമാർ പ്രവർത്തിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡിന്റെ പവിത്രം ശബരിമലയുടെ ഭാഗമായി ദേവസ്വം ബോർഡ് ജീവനക്കാർ ദിവസവും 1 മണിക്കൂർ തിരുമുറ്റവും നടപ്പന്തലും മാളികപ്പുറവും വൃത്തിയാക്കുന്നുണ്ട്. പാണ്ടിത്താവളം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ ഇൻസിനറേറ്ററുകളിൽ എത്തിച്ചാണ് ഇവ സംസ്കരിക്കുന്നത്. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC മുഹമ്മദൈൻ FCയെ നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ ആത്മഹത്യയിൽ പ്രതികളാക്കപ്പെട്ട വിദ്യാർത്ഥികളെ കോളേജിന് പുറത്താക്കിയ ഉത്തരവ് കേരള ഹൈക്കോടതി റദ്ദാക്കി. വിദ്യാർത്ഥികളെ മറ്റൊരു കോളേജിലും പ്രവേശനം നേടുന്നതിൽ നിന്ന് 3 വർഷത്തേക്ക് വിലക്കിയ ഉത്തരവും കോടതി റദ്ദാക്കി. 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥനെ ഫെബ്രുവരി 18 മരിച്ച നിലയിൽ കണ്ടെത്തിയത്. റാഗിങ്ങിനും ക്രൂരമായ മർദ്ദനത്തിനും വിധേയമായാണ് സിദ്ധാർത്ഥൻ മരിച്ചതെന്നാണ് പോലീസിന്റെ വാദം. നീലേശ്വരം നഗരസഭയും കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കേരളോത്സവം മുനിസിപ്പൽ തല മത്സരങ്ങൾ ഈ മാസം 8 മുതൽ 15 വരെ നടക്കും. 11, 12 തീയതികളിൽ ബാസ്കറ്റ്ബോൾ, ക്രിക്കറ്റ്, ഫുട്ബോൾ എന്നീ മത്സരങ്ങളും ഡിസംബർ 13 അത്ലറ്റിക്സ്, നീന്തൽ എന്നിവയും നടക്കും. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിന്റെ അടുത്ത ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി നാളെ മുതൽ 10-ാം തീയതി വരെ തിരുവനന്തപുരത്ത് ഉദ്യമ 1.0 ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് സംഘടിപ്പിക്കും. നാളെ ഉച്ചയ്ക്ക് 1:30 മന്ത്രി R. ബിന്ദു ടാഗോർ തിയേറ്ററിൽ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് വടകരയിൽ വാഹന അപകടത്തിന് ശേഷം നിർത്താതെ പോയ കാർ മാസങ്ങൾക്ക് ശേഷം കണ്ടെത്തിയതായി കോഴിക്കോട് റൂറൽ SP മാധ്യമങ്ങളോട് പറഞ്ഞു. പുറമേരി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള കാറാണ് കണ്ടെത്തിയത്. കാർ ഓടിച്ചിരുന്ന ഇയാൾ വിദേശത്താണ്. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ കുട്ടി ഇപ്പോഴും ചികിത്സയിലാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. പതിവ് പരിശോധനയ്ക്കിടെ രാജ്യസഭാ ചേംബറിൽ നിന്ന് പണം കണ്ടെത്തിയതായി രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻകർ. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് CBIക്ക് കൈമാറണമെന്ന ഹർജി ഹൈക്കോടതിയിൽ എതിർത്ത് സംസ്ഥാന സർക്കാർ. റിസർവ് ബാങ്കിന്റെ പണനയം പ്രഖ്യാപിച്ചു. തുടർച്ചയായ 11ാം തവണയും റിപ്പോ നിരക്കിൽ മാറ്റമില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ ചരമവാർഷിക ദിനത്തിൽ ആദരവർപ്പിച്ച് രാജ്യം. വിവിധയിടങ്ങളിലെ അംബേദ്കർ പ്രതിമയിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രമുഖർ
പുഷ്പാർച്ചന നടത്തി. കോഴിക്കോട് എലത്തൂർ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഡിപ്പോയിലെ ഇന്ധന ചോർച്ചയുടെ പശ്ചാത്തലത്തിൽ പ്രദേശത്തെ ജലാശയങ്ങൾ ശുചീകരിക്കുന്ന നടപടികൾ ആരംഭിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC മുഹമ്മദൻ FCയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.